IPCയിലെ നൂറുകണക്കായ പാസ്റ്റർമാരുമായിട്ടുള്ള എൻ്റെ ഹൃദയബന്ധത്തിന് പതിറ്റാണ്ടുകളിൽ പഴക്കമുണ്ട്. ആ സ്നേഹബന്ധം ദൃഢമായി അചഞ്ചലമായി മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് IPCയുടെ ഒരു കുടുംബാംഗം എന്ന നിലയിലാണ് നിങ്ങളുടെ ഇടയിൽ നിൽക്കാൻ കഴിയുന്നത് എന്നുള്ള സന്തോഷം ഞാനിവിടെ പങ്കുവെക്കാം. ഇന്നിവിടെ ബിരുദധാരികളായി കടന്നു വന്ന പുതുതായി ദൈവത്തിൻ്റെ നിയോഗം ഏറ്റുവാങ്ങി സുവിശേഷ വേലയ്ക്കായി ഇറങ്ങിത്തിരിക്കുന്ന മുഴുവൻ പുതിയ തലമുറയുടെ ഇടം വഹിക്കുന്ന വ്യക്തിത്വങ്ങളെയെല്ലാം ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. കാരണം അവരിന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റെടുക്കുന്നത് വലിയ വെല്ലുവിളികളാണ്. കേരളത്തിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് ആ വെല്ലുവിളികളുടെ ആഴവും വ്യാപ്തിയും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ ഡൽഹിയിൽ നിൽക്കുമ്പോൾ പാർലമെന്റേറിയൻ ക്രിസ്ത്യൻ കൗൺസിലിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ 22 അംഗങ്ങൾ പങ്കുവെക്കുന്ന അഭിപ്രായങ്ങൾ അറിയുമ്പോൾ നിരവധിയായി ഞങ്ങൾക്ക് വരുന്ന ഫോൺ കോളുകൾ, നിരവധി പ്രശ്നങ്ങൾ, ഇതെല്ലാം തിരിച്ചറിയുമ്പോൾ എത്രയോ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യങ്ങൾ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ നിങ്ങളൊരു വലിയ വെല്ലുവിളിയാണ് ഏറ്റെടുക്കുന്നത്. പക്ഷേ ചരിത്രം നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു യാഥാർത്ഥ്യം, ഏറ്റവും കൂടുതൽ അടിച്ചമർത്തനങ്ങൾ, ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ എവിടെ ഉണ്ടായിട്ടുണ്ടോ അവിടെയാണ് സഭ ഏറ്റവും വളർന്നിട്ടുള്ളത് എന്നുള്ള ആ യാഥാർത്ഥ്യം നിങ്ങളുടെ കൺമുമ്പിലുണ്ട്. ആ പ്രതിസന്ധികളിൽ അതുകൊണ്ട് ചകിതരാകാതെ ധീരമായി മുന്നോട്ട് പോകാനുള്ള പ്രചോദനമാണ് ഇവിടെ ഈ ക്യാമ്പസ്, ഇവിടുത്തെ ട്രെയിനിങ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ളത് ഏറെ അഭിമാനത്തോടെ ഞാൻ ഓർക്കുകയാണ്. ഇന്ന് 100 കണക്കിന് പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. പാർലമെന്റിൽ ഇത് ഉന്നയിക്കാനുള്ള ശ്രമങ്ങളൊക്കെ വിഫലമാകാണ്. എങ്കിലും കിട്ടുന്ന വേദികളിൽ ഞാൻ പാർലമെന്റിലെ വിഷയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. 100 കണക്കിന് ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്നു, ആക്രമിക്കപ്പെടുന്നു, പ്രാർത്ഥനാ കൂട്ടങ്ങൾ ആക്രമിക്കപ്പെടുന്നു. വളരെ ക്രൂരമായ, അവിടെ ആരാധനാ കേന്ദ്രത്തിൽ കടന്നു ചെന്ന സ്ത്രീകളെയും കുട്ടികളെയും വരെ ആക്രമിക്കുകയും വലിച്ചെറിയുകയും ഒക്കെ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ എത്തുന്നുണ്ട്. എത്രയോ ആളുകൾ ജയിലിനുള്ളിലാണ്. ഇനിയിപ്പം എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും കൈപ്പിടിയിലാക്കി നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശത്തെ ഹംസിക്കാനുള്ള ഒരു വലിയ ശ്രമങ്ങൾ നടക്കുകയാണ്. അതിനിടയിലാണ് ഈ പുതിയ തലമുറ മുന്നോട്ട് പോകുന്നത്. അവർക്കതിനുള്ള ശക്തിയും കരുത്തും അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ്. ഡോക്ടർ വത്സൻ പ്രഹാനെ എങ്ങനെയാണ് അഭിനന്ദിക്കേണ്ടതെന്ന് അറിയില്ല. ഈ ക്യാമ്പസ് പോലെ എത്രയോ ക്യാമ്പസുകളാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ളത്. ഞാൻ പഞ്ചാബിൻ്റെ ചുമതലയായി പഞ്ചാബിൽ സഞ്ചരിച്ചപ്പോൾ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ബൈബിൾ കോളേജ് പഞ്ചാബിലാണ് എന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞു. അവിടുന്ന് ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും പഠിച്ച് പുറത്തിറങ്ങുന്നത്. അതിനേക്കാൾ ഞാൻ ഏറ്റവും നന്ദിയോടെ ജനപ്രതിനിധി എന്ന നിലയിൽ നോക്കിക്കാണുന്നത് കോവിഡ് കാലഘട്ടത്തിൽ ഈ ക്യാമ്പസ് കോവിഡിന് വേണ്ടി വിട്ടുകൊടുത്ത് സമൂഹത്തിനുണ്ടായ ഒരു പ്രയാസത്തിൽ ഇത്രയും പ്രാധാന്യമുള്ള ഒരു വൈദിക പഠന കേന്ദ്രം, അത് കോവിഡ് മാരിയെ ചെറുക്കാൻ വേണ്ടി സമൂഹത്തിന് വിട്ടുകൊടുത്ത ധീരമായ നേതൃത്വമായിരുന്നു ഡോക്ടർ വത്സൻ പ്രഹാം കൈക്കൊണ്ടത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മനുഷ്യ സ്നേഹം, അദ്ദേഹത്തിൻ്റെ മതേതരത്വം, അദ്ദേഹം എല്ലാ ആളുകളെയും ഏത് ജാതിയിൽപ്പെട്ടവരാകട്ടെ മതത്തിൽപ്പെട്ടവരാകട്ടെ അവരെല്ലാം ദൈവത്തിൻ്റെ മക്കളായി കാണുന്നു. ദൈവമാണ് അവരെ എല്ലാം പരിപാലിക്കുന്നത് എന്നുള്ള ആ വലിയ കാഴ്ചപ്പാടിൻ്റെ ഉടമയാണ് എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇന്ന് ഈ മനോഹരമായ ചടങ്ങിൽ ഇവിടെ വരാനും ഈ അനുഗ്രഹീതമായ ചടങ്ങത്തിൻ്റെ ഓരത്തിരുന്ന് ഈ അനുഗ്രഹങ്ങൾ കാണാനും ഏറ്റുവാങ്ങാനും കഴിയുന്നതിനുള്ള സന്തോഷം ഞാനിവിടെ പങ്കുവെക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന ആദരണീയരായ പാസ്റ്റർമാരെല്ലാം എനിക്ക് വലിയ സ്നേഹബന്ധമുള്ള ആളുകളാണ്. അവരോടെല്ലാമുള്ള എൻ്റെ സ്നേഹാദരങ്ങൾ അറിയിക്കുന്നു. ഈ സ്ഥാപനം ഈ നാടിന് വലിയൊരു അനുഗ്രഹമാണ്. കാരണം നിരന്തരമായി
നന്മയുടെ സ്നേഹത്തിൻ്റെ വചനങ്ങൾ, മനുഷ്യങ്ങളിൽ നിന്നുള്ള മോചനം, മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നുള്ള മോചനം, കുടുംബങ്ങളിലെ ശാന്തി, സമൂഹത്തിൻ്റെ ശാന്തി, സമാധാനം, ഇതെല്ലാമാണ് ഉറപ്പുവരുന്നത്. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ദേശീയവാദികളും ദേശീയ സ്പിരിറ്റുള്ളവരും ഈ സന്ദേശം സമൂഹത്തിന് പകർന്നു നൽകുന്നവരാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഏറ്റവും ആദരവോടുകൂടി ഡോക്ടർ വത്സൻ പരാഗനെ, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനെ